ഒരു പക്ക ആക്ഷൻ കോമഡി എന്റർടൈൻമെന്റ് സിനിമയുമായി മോഹൻലാൽ നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നു എന്ന വാർത്തകൾ സജീവമായി തന്നെ സോഷ്യൽ മീഡിയകളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ റിപ്പോർട്ടുകളുമായി മൂവി അനലിസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ എത്തുമ്പോൾ ഈ വിവരങ്ങൾ വലിയ രീതിയിൽ ശ്രദ്ധ നേടുന്നുണ്ട്. ഇത് സംഭവിക്കുന്നത് ജിത്തു മാധവൻ സംവിധാനം ചെയ്യാൻ പോകുന്ന മോഹൻലാൽ ചിത്രത്തിലായിരിക്കും. ആവേശത്തിന് ശേഷം അതേ ജോണറിൽ വരുന്ന ഒരു ചിത്രം മോഹൻലാലുമായി ചെയ്യാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് സജീവമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ജിത്തു മാധവന്റെ അടുത്ത സിനിമ മോഹൻലാലുമായിട്ടാണ്. 2025 മധ്യത്തോടെ ഇതിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഉടൻ തന്നെ ചിത്രത്തിന്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചനകൾ. ജിത്തു മാധവൻ ഒരുക്കുന്നത് ഒരു ആക്ഷൻ കോമഡി എന്റർടൈൻമെന്റ് സിനിമ തന്നെയായിരിക്കും. ഈ പ്രായത്തിൽ മോഹൻലാലിന് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നവർക്ക് മുന്നിലേക്കാണ് ആറാട്ട് എന്ന സിനിമയെ ഒരു ഉദാഹരണമാക്കി പറഞ്ഞുകൊണ്ട് പ്രേക്ഷകരൊക്കെ എത്തുന്നത്. കാരണം മോഹൻലാലിന്റെ ഇപ്പോഴത്തെ എനർജി മറ്റ് നടന്മാരെ വെച്ച് മാച്ച് ചെയ്യാൻ പോലും കഴിയില്ല. കാരണം അത്രയ്ക്ക് എനർജറ്റിക് ആയ പെർഫോമൻസ് ആണ് മോഹൻലാൽ ഈ അടുത്ത സിനിമകളിൽ പോലും കാഴ്ചവെച്ചത്. അപ്പോൾ മോഹൻലാലിനെ കൊണ്ട് ഇങ്ങനെയൊരു കഥാപാത്രമൊക്കെ പുൾ ഓഫ് ചെയ്യാൻ എളുപ്പമാണെന്നും അവർ പറഞ്ഞു വെക്കുകയാണ്. ആറാട്ട് പോലൊരു പക്ക നെഗറ്റീവ് വന്ന പടത്തിലും നെയ്യാറ്റിൻകര ഗോപനായി വന്ന പ്രൊഫഷൻസിൽ ഒക്കെ ലാലേട്ടന്റെ എനർജറ്റിക് പെർഫോമൻസ് ഒന്ന് നോക്കി കാണേണ്ടതാണ്. ചോട്ടാ മുംബൈ ഹലോ കാലത്തെ എനർജി ലെവൽ തന്നെ ഓർമ്മിപ്പിച്ചിരുന്നു. അതിനർത്ഥം പുള്ളിൽ ഇപ്പോഴും ആ ഒരു കൈൻഡ് ഓഫ് എനർജി ഉണ്ട് എന്ന് തന്നെയാണ്. കഴിഞ്ഞ ഒരു 10 കൊല്ലത്തിൽ എങ്കിലും അധികമായി പുള്ളിയെ ആ ലെവലിൽ ഒന്ന് അഴിഞ്ഞാടാൻ വിടുന്ന ഒരു കഥാപാത്രവും സിനിമയും വന്നിട്ടില്ല. ഇപ്പോഴുള്ള ലുക്കൊക്കെ മാറ്റി ഒരു പക്ക എന്റർടൈൻമെന്റ് ക്യാരക്ടറും കഥയും ഒക്കെ ഇങ്ങേർക്ക് വരികയും അത് ഈ ജനറേഷനിലെ ഒരു കിടിലൻ ഡയറക്ടർ ചെയ്യുകയും കൂടി ചെയ്താൽ ആ ഒരു സിനിമ ഇവിടെ കേരള ബോക്സ് ഓഫീസിൽ മാത്രം ഇടുന്ന കളക്ഷനും ഫുട്ഫാൾസും ഒക്കെ ബ്രേക്ക് ചെയ്യാൻ വർഷങ്ങൾ വേണ്ടിവരും. ആവേശൻ ഡയറക്ടർ ജിത്തു മാധവനുമായി ഒരു പ്രോജക്റ്റ് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് ഈ കൈൻഡ് ഓഫ് സംഭവമാണെങ്കിൽ മോഹൻലാലിൽ നിന്നും പ്രതീക്ഷിക്കുന്നതും ഇതുപോലൊരു സാധനമായിരിക്കുമെന്നും പ്രേക്ഷകരുടെ വാക്കുകൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു ആഗ്രഹം പറഞ്ഞു വെക്കുമ്പോഴും മോഹൻലാലിന്റെ എനർജിക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ലെന്ന് നേരിട്ട് തന്നെ മനസ്സിലാക്കിയ നിർമ്മാതാവ് തന്നെ പറഞ്ഞിരിക്കുകയാണ്. മോഹൻലാൽ ഇപ്പോൾ മുംബൈയിലാണുള്ളത്. ഋഷഭ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗിലാണ് മോഹൻലാൽ ഉള്ളതും. ആ ചിത്രം ഉടൻ തന്നെ മോഹൻലാൽ ഷൂട്ടിംഗ് പൂർത്തിയാക്കി അടുത്ത പടത്തിലേക്ക് ജോയിൻ ചെയ്യാൻ പോവുകയാണ്. അവസാനഘട്ട ഷൂട്ടിംഗ് എന്നൊക്കെ പറയാം. അപ്പോഴാണ് ചിത്രത്തിന്റെ നിർമ്മാതാവ് മോഹൻലാലിനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചുകൊണ്ട് ഇങ്ങനെ കുറിച്ചത്. മോഹൻലാലിന്റെ എനർജി ലെവൽ ഈ 2 AM മോഹൻലാലിന്റെ എനർജി ലെവൽ എത്രയാണെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. എനർജി ലെവൽ 1 കോടി ഓൺ ദ സെറ്റ് അറ്റ് 2 AM എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ലെജൻഡ് എന്നും അദ്ദേഹം പറയുകയാണ്. മോഹൻലാലിന്റെ എനർജി ലെവലിന് യാതൊരു വ്യത്യാസവും സംഭവിച്ചിട്ടില്ല. അന്ന് നമ്മൾ കണ്ട അതേ എനർജി ലെവൽ മോഹൻലാൽ ഇന്നും കീപ്പപ്പ് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച അഭിനയം ഋഷഭയിലെ എനർജി ലെവൽ എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് നിർമ്മാതാവ് പോലും. ഋഷഭയിൽ മോഹൻലാലിന്റെ ഗംഭീര ആക്ഷൻ സീക്വൻസും ഗംഭീര അഭിനയ മുഹൂർത്തവും ഒക്കെ കാണാം. 2 ടൈം ലൈനിലൂടെ കഥ പറഞ്ഞു പോകുന്ന ഒരു വ്യത്യസ്ത ചിത്രമാണ് ഋഷഭ. ഈ ഒരു എനർജി ലെവൽ തന്നെയാണ് നമ്മുടെ യുവനിരയിലുള്ള സംവിധായകർ മോഹൻലാലിനെ വെച്ച് ഉപയോഗിക്കേണ്ടതും. ജിത്തു മാധവന് അത് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ ആഗ്രഹം തന്നെയാണ് പ്രേക്ഷകർ പറഞ്ഞുകൊണ്ട് എത്തുന്നതും. എന്തായാലും കാത്തിരിക്കാം അങ്ങനെ ചില ഗംഭീര സിനിമകൾക്കും അങ്ങനെ ചില ഗംഭീര മോഹൻലാൽ കഥാപാത്രങ്ങൾക്കും വേണ്ടി. എന്തായാലും ഈ കാര്യത്തിൽ പ്രേക്ഷകരും ഒരേ രീതിയിൽ തന്നെയാണ് പ്രതികരിക്കുന്നത്. ആറാട്ടിലെയും കഥാപാത്രം നല്ലതായിരുന്നു. കുറെ അനാവശ്യ ക്രിഞ്ച് സീനുകൾ കുത്തിക്കേറ്റി ആ കഥാപാത്രത്തെ നശിപ്പിച്ചു. പോരാത്തതിന് അതിലെ ഒരു ഏജന്റ് കഥാപാത്രവും സിനിമയെ ഇല്ലാണ്ടാക്കി കളഞ്ഞു. അതില്ലാതെ ഗോപൻ എന്ന കഥാപാത്രമായി തന്നെ നിന്നിരുന്നതിൽ ഒരു ഗംഭീര സിനിമയായി മാറാമായിരുന്നു എന്നും അവർ പറയുകയാണ്. ഇത്രയും നെഗറ്റീവ് കിട്ടത്തില്ലായിരുന്നു എന്നവർ എടുത്തു പറയുന്നു. എന്തായാലും കാത്തിരിക്കാം മോഹൻലാലിന്റെ ഒരു ഗംഭീര എനർജറ്റിക് ലെവൽ കഥാപാത്രം കാണാനായി.